ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളൊക്കെ ന്യൂസ് വഴിയും മറ്റ് സോഷ്യൽ മീഡിയാസൊക്കെ വഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് അതുല്യ എന്ന് പറയുന്ന ഭർത്തൃമതിയായ 10 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ഷാർജയിൽ അവരുടെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ അവളെ കണ്ടു. അത് ഭർത്താവിൻ്റെ പീഡനം കൊണ്ടാണ് എന്നുള്ള വാർത്തകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെയ്തികളുടെ വീഡിയോസും ഒക്കെ നമ്മൾ പല രീതിയിലും നമ്മൾ കണ്ടു. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവളുടെ മാതാപിതാക്കളുടെ പ്രതികരണം, ഭർത്താവിൻ്റെ പ്രതികരണം, അവരുടെ ഭർത്താവിൻ്റെ അമ്മയുടെ പ്രതികരണം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കുട്ടി പലവിധ പീഡനങ്ങൾ അനുഭവിക്കുമ്പോഴും ആ ഒരു പീഡനങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു വ്യക്തിയുടെ പിന്നീടുള്ള പെരുമാറ്റം കൊണ്ട്, അല്ലെങ്കിൽ സ്നേഹമയമായിട്ടുള്ള ആ ഒരു പെരുമാറ്റം കൊണ്ടൊക്കെ ഈ ഒരു കുട്ടി ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വീണ്ടും തുടർന്നു പോയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു വ്യക്തി ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആ ഒരു മരണം സംഭവിച്ചാലും അത് ഈ ബന്ധത്തിൽ നിന്ന് സംഭവിച്ച, അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ആ ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്ന വിഷമങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷനിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്, ഈ ഒരു പെൺകുട്ടിയുടെ പേരൻസ് പല ചാനലുകളുടെ മുന്നേ വളരെയധികം സങ്കടപ്പെട്ട് വിഷമിക്കുന്ന വേദനിക്കുന്ന ഒക്കെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ഏതൊരു മാതാപിതാക്കൾക്കും സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. സ്വന്തം കുഞ്ഞിന് ഒരു ആപത്ത്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടായി പോകുമെന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ആ മാതാപിതാക്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുമായിട്ടുള്ള അതായത് അതുല്യമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ച ഉടൻ തന്നെ, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു അച്ഛനോടുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ, ആ പെൺകുട്ടിയെ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു? ഇപ്പം നിങ്ങൾ കരയുന്നതിൻ്റെയും സങ്കടപ്പെടുന്നതിൻ്റെയും ഒക്കെ എന്താ പറയുക, കാരണം അതല്ലേ? ആ ഒരു കുഞ്ഞിനെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നുകൊണ്ട് തന്നെ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ആ ഒരു വ്യക്തിയുടെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിരുന്നെങ്കിൽ ഇതിനതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെറ്റുകാർ സത്യത്തിൽ നിങ്ങളല്ലേ? നിങ്ങളുടെ ഭാഗത്തല്ലേ അതിൻ്റെ തെറ്റ്, അല്ലേ? അത് മാത്രമല്ല, ഈ ഒരു കുട്ടി ആ ഒരു ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ശ്രമിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അയച്ചു തന്ന ഒരു സിറ്റുവേഷൻ നിർബന്ധിതമായിട്ട് ഒരു കുഞ്ഞിനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോരേണ്ടിയിരുന്നതല്ലേ? ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി, അതിനെയും ദാമ്പത്യമായിക്കോട്ടെ, ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, മറ്റെന്തും ആയിക്കോട്ടെ, ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരാനായിട്ട് ഒട്ടും മടി കാണിക്കരുത് എന്നുള്ളതാണ്. അതിന് എത്ര അവിടെ ഒരു ബോണ്ടിങ് ഉണ്ട് എന്ന് വെച്ചാലും ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഇറങ്ങി പോരാനായിട്ട് തന്നെ ശ്രമിക്കുക എന്നുള്ളതിൽ ഇറങ്ങി പോരണം. കാരണം ബന്ധത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ, കാരണം ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ നിന്ന് പല വീഡിയോസിൽ നമുക്ക് മനസ്സിലാവും വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പേഴ്സൺ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയുടെ കൂടെ എത്ര നാള് നിങ്ങൾക്ക് കഴിഞ്ഞു പോകാനാവും? അപ്പം ആദ്യമേ ചെയ്യേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ലൈഫിലേക്ക് കടന്നുപോയി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങളോ വഴക്കളോ ഉണ്ടാക്കി ഇറങ്ങി വരണമെന്നല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് ഒട്ടും പറ്റാത്ത സിറ്റുവേഷനാണ്, ഒരു ടോക്സിക് പേഴ്സൺ ആണ്, അവരോടൊത്ത് നിങ്ങൾക്ക് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ മെൻ്റലി ഫിസിക്കലി ഒക്കെ നിങ്ങളെ അവർ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാതെ എത്രയും വേഗം ആ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കണം എന്നുള്ളത് ഇനിയെങ്കിലും പെൺകുട്ടികൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പേരൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തെയോ മറ്റൊന്നിനെയോ അല്ലെ സമ്പത്തിനെയോ നഷ്ടങ്ങളെയോ ഒന്നും ചിന്തിക്കാതെ ആ ഒരു കാര്യങ്ങളുടെ വ്യക്തത വരുത്തിയതിന് ശേഷം, എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നൊരു വ്യക്തത വരുത്തിയതിന് ശേഷം നിങ്ങളുടെ കുഞ്ഞിന് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവരെ കൂടെ കൂട്ടുക. അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടിരുന്ന് കരഞ്ഞതിൽ വല്ല കാര്യവും അർത്ഥമുണ്ടോ? അവരെ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് പേരൻസ്, കൂടുതലും ആൾക്കാർ വിചാരിക്കുന്നു ഇത്രയും പൈസ മുടക്കി അവരുടെ വിവാഹം നടത്തി, ചിലർക്കൊക്കെ അതൊരു ബാധ്യത ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞാലും മറന്നുണ്ടാവില്ല, ലോണും കടവും ഇടവും ഒക്കെ എടുത്തിട്ടാവും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടി ഇനി ഒരു കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ എന്നൊക്കെ ആലോചിച്ചിട്ട്
അവിടെ തുടരാൻ തന്നെ ഈ ഒരു കുട്ടിയെ നിർബന്ധിക്കുന്ന അല്ലെങ്കിൽ പോലും ഒരു സപ്പോർട്ട് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ പല പേരൻസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ധൈര്യം, സപ്പോർട്ടൊക്കെ ആ ഒരു കുട്ടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ തുടർന്ന് മുന്നോട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ കുട്ടികളെ നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോരണം എന്നുള്ള ഒരു ഗൈഡൻസ് തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ എല്ലാ സമൂഹം ഒന്നായിട്ട് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുടെ കൂടെ നിൽക്കണം. ഞാനിപ്പം ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുന്നത് വെച്ചാൽ കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ഭാര്യമാരായിട്ട് ചെല്ലുന്ന പെൺകുട്ടികളുടെ അവസ്ഥ കണ്ടുകൊണ്ടാണ്. ഭർത്താക്കന്മാരിൽ നിന്നുണ്ടാവുന്ന പീഡനം കൊണ്ട് അവർ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ കൊല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ കൂടി കൂടുതലായിട്ട് നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. അപ്പം സ്ത്രീകളിൽ നിന്ന് ബുദ്ധിമുട്ട് ഉണ്ടായി ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ നിരാശജനകമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന പുരുഷന്മാരും ഉണ്ടാവാം. തീർച്ചയായിട്ടും അതൊരിക്കലും ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. സ്ത്രീകളെല്ലാവരും നല്ലതൊന്നുമല്ല നമ്മളീ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മളെ പേരൻസ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, സമൂഹം അങ്ങനെ പീഡനം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ, വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ ലൈഫിൽ അവർ വേദന അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലായാലും അവരോടൊപ്പം നിന്ന് അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുക. മനസ്സിലായി? അതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കാൻ പണം നമുക്ക് ആവശ്യമാണ്. പക്ഷേ എത്ര ശമ്പളമുണ്ട്, എത്ര കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ ഒരു വ്യക്തിയെക്കുറിച്ച്, ആ ഒരു വ്യക്തിയുടെ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മുടെ ഒരു പെൺകുട്ടിയെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പുരുഷന്, അതും അറിയാൻ വയ്യാത്ത ഒരു പുരുഷന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക. കാരണം അത്രത്തോളം പല ഓരോ ദിവസം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇപ്പോൾ 3 മരണമാണ് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ഭർതൃപീഡനം കൊണ്ട് എന്താ പറയുക ജീവിതം ഇല്ലാണ്ടാക്കി കളഞ്ഞ പെൺകുട്ടികൾ. അതൊന്നും വിദ്യാഭ്യാസവും വിവരവും സാമ്പത്തികവും ഇല്ലാത്ത ആൾക്കാരല്ല. തീർച്ചയായിട്ടും നല്ല ഉന്നത നിലവാരത്തിൽ തന്നെ നിൽക്കുന്ന വിദ്യാഭ്യാസവും അറിവും സാമ്പത്തിക നിലയും ഒക്കെയുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയുള്ള ഒരു ഫൈനലി ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് തീർച്ചയായിട്ടും അത് വേണ്ടതെന്ന് വെച്ചാൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാർക്ക്, പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ്. മറ്റൊന്നിനു വേണ്ടിയിട്ടും നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് അല്ലെങ്കിൽ അവരുടെ മനസ്സമാധാനത്തിന് കോട്ടമാകുന്ന അല്ലെങ്കിൽ വിഘാതമാകുന്ന എന്ത് കാര്യം അവരുടെ ലൈഫിൽ സംഭവിച്ചാൽ, അവരിനി എത്ര നമ്മൾ പൈസ മുടക്കി കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ലൈഫിൽ അവരോടൊപ്പം തൻ്റെ ഇടത്തോടെ നട്ടലോടെ നിൽക്കണമെന്നാണ് എനിക്ക് എല്ലാ പേരൻസിനോടും പറയാനുള്ളത്. അതുപോലെ തന്നെ പെൺകുട്ടികളോട് നിങ്ങൾക്ക് പറ്റാത്ത ഒരു ബന്ധമാണ് എന്നുണ്ടെങ്കിൽ, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് ഒട്ടും തന്നെ മടി കാണിക്കരുത് എന്നുള്ളൊരു അഡ്വൈസും കൂടിയാണ്. ഓക്കെ, ബൈ.